ഇത് കണ്ണൂർ സർവകലാശാല മുൻ വി.സി. ഗോപിനാഥ് രവീന്ദ്രൻ കേസ് നടത്താനും വീട് മോടി പിടിപ്പിക്കാനും സർവകലാശാല ഫണ്ട് ഉപയോഗിച്ചുവെന്ന് KSU. 20,55,000 രൂപ സർവകലാശാല ഫണ്ടിൽ നിന്നും കേസ് നടത്താൻ വിനിയോഗിച്ചു. പുനർനിയമന കാലത്ത് ശമ്പളമായ 59 ലക്ഷം രൂപ കൈപ്പറ്റി. ഇതു സംബന്ധിച്ച് വിവരാവകാശ രേഖകൾ KSU പുറത്തുവിട്ടു. പുനർനിയമനം റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ വി.സി. ചെലവഴിച്ച മുഴുവൻ തുകയും തിരിച്ചുപിടിക്കണമെന്ന് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആവശ്യപ്പെട്ടു. ഈ പറയപ്പെട്ട വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി മാത്രം സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുക എന്ന് പറയുന്നത് 20,55,000 രൂപയാണ്. ആ 2 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം അവസാന മാസത്തെ ശമ്പളം ഒഴിച്ചു നിർത്തിയാൽ, ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ 59,69,805 രൂപയുടെ ആനുകൂല്യം ശമ്പള ഇനത്തിൽ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. ഏറ്റവും ഗുരുതരമായ സർവകലാശാലയുടെ ഇത്രയും ഭീമമായ ഒരു തുക ഒരു യോഗ്യതയും അർഹതയും ഇല്ലാത്ത ആൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇതുപോലെ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവത്തെ കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം കണ്ണൂരിൽ ഈ നിയമന കാലയളവിൽ താമസിച്ച വീടിന് സർവകലാശാല നൽകിയ, അതും ഈ പറഞ്ഞ സർവകലാശാല കണ്ണൂർ സർവകലാശാലയുടെ ഫണ്ടിൽ നിന്നാണ് നൽകിയ വാടക എന്ന് പറയുന്നത് 15,87,398 രൂപയാണ്. ആ വീട് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ 70,111 രൂപ ചെലവഴിക്കും. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. സുനിൽ, എന്താണ് KSU ചില രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് വെളിപ്പെടുത്തുന്നത്, ആവശ്യപ്പെടുന്നത്? നിഷാദ്, കണ്ണൂർ സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളുമായാണ് KSU രംഗത്തെത്തിയിരിക്കുന്നത്. സർവകലാശാലയിൽ നിന്ന്, സർവകലാശാലയുടെ തനത് ഫണ്ടിൽ നിന്നും അതുപോലെ വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുത്ത ഫീസ് ഇനത്തിലും മറ്റും ലഭിച്ച തുക മുൻ VC-യുടെ ആഡംബരത്തിനും ദൂർത്തിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ചെലവഴിച്ചു എന്ന ആരോപണമാണ് അപ്പോൾ KSU-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഉയർത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാല കേസ് നടത്തിയിരുന്നു. ഈ കേസ് നടത്തിയ വകയിൽ 2023 ഒക്ടോബർ മാസം വരെ 20,55,000 രൂപ സർവകലാശാല ചെലവഴിച്ചു. പുനർനിയമന കാലയളവിൽ മാത്രം ശമ്പളമായി 59,69,805 രൂപയും ആ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട്. ഇതേ കാലയളവിൽ യാത്രാ ചെലവുകൾക്കായി 33,080 രൂപയും കൈപ്പറ്റി. അതുപോലെ നിയമന കാലയളവിൽ അദ്ദേഹത്തിന് വീട്ടുവാടക ഇനത്തിൽ നൽകിയത് 15,87,398 രൂപയാണെന്നും KSU ആരോപിക്കുന്നു. ഇതിനു പുറമെ ചട്ടവിരുദ്ധമായി വാടക വീട് മോടി പിടിപ്പിക്കുന്നതിനായി 70,000-ലധികം രൂപ നൽകിയെന്നുമാണ് ഇവരുടെ ആരോപണം. ഒപ്പം വാടക വീട്ടിൽ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് 11 ലക്ഷത്തിലധികം രൂപ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കോടിക്കണക്കിന് രൂപ സർവകലാശാല മുൻ VC-ക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. ആ മുൻ VC-യുടെ നിയമനം സർവകലാശാല സുപ്രീം കോടതി റദ്ദ് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ തുക ഗോപിനാഥ് രവീന്ദ്രനിൽ നിന്ന് തിരികെ പിടിക്കണമെന്ന ആവശ്യമാണ് മുഹമ്മദ് ഷമ്മാസ്, KSU-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നില്ലെങ്കിൽ നിയമപരമായി നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും KSU പറയുന്നുണ്ട്. നിഷ.